എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അറിയണമെങ്കിൽ ആ ഫ്രണ്ടിൽ പോകുന്ന KSRTC നോക്കിയാൽ മതി. അതെ, തെക്കൻ കേരളത്തിൻ്റെ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇന്നൊരു ഞായറാഴ്ചയാണ്. അധികം തിരക്കുണ്ടാകുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച. പല ഞായറാഴ്ചകളിലും പോയി ഞങ്ങൾ തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, കയറിപ്പോകാൻ പറ്റാതെ. എന്തായാലും ഇന്ന് അത് ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ കയറുന്നത്. പൊന്മുടിയിലെ ക്ലൈമറ്റ് വളരെ മനോഹരമാണ്. എന്തായാലും പൊന്മുടിയിലേക്കുള്ള മെയിൻ വഴി ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ പണി നടക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വലത്തേക്കുള്ള ബോണക്കാടിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ വണ്ടി തിരിച്ചു വിടുന്നത്. പലതവണ ഞങ്ങൾ ബോണക്കാടും വാഴവന്തോളും ഒക്കെ പോയിട്ടുള്ളതുകൊണ്ട് ഈ വഴി ഞങ്ങൾക്ക് പരിചിതമാണ്. അന്ന് കുറച്ച് ദുർഘടമായിരുന്നു, വഴിയൊക്കെ മോശമായിരുന്നു. എന്നാൽ ഇന്നിപ്പം വളരെ ടാർ ചെയ്ത് വളരെ മനോഹരമാക്കിയ വഴിയാണ്. ഒരുപാട് ബൈക്കുകളും ബസ്സുകളൊക്കെ വരുന്നതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞു തരുന്നില്ല, അതിന് മുമ്പ് തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ബ്ലോക്ക് വന്നു തുടങ്ങി. ഏതോ ഒരു വണ്ടി ഓപ്പോസിറ്റ് കയറി വരുന്നതിൻ്റെ ഒരു ബ്ലോക്കാണ്, അതപ്പോൾ തന്നെ മാറി. എന്തായാലും ഇപ്പോൾ കല്ലാറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കല്ലാറിൻ്റെ അടുത്ത് മുതലേ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു തവണ വന്നപ്പോഴും ഇതേപോലൊരു ബ്ലോക്കായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ ഒരു പാലത്തിൻ്റെ അടുത്ത് വെച്ച് ഞങ്ങളെ തിരിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കയറാൻ പറ്റിയില്ല. അതേ ഒരു അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും. എന്തായാലും ഞാനൊന്ന് ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി ഒന്ന് നടന്നു നോക്കിയപ്പോൾ സെയിം അവസ്ഥയാണ്, കയറാൻ പറ്റില്ല. 2 മണിയായപ്പോഴത്തേക്ക് ഇന്ന് പൊന്മുടി ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പം തോന്നിയ ഒരു ബുദ്ധിയിൽ അതിലെ കൂടെ വന്ന KSRTC ബസ്സിനകത്ത് വലിഞ്ഞു പിടിച്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പൊന്മുടി കയറാതെ എങ്ങനെ പോകാനാണ്. ഞങ്ങൾ കാറൊക്കെ സൈഡിൽ ഒതുക്കി ആ KSRTC ബസ്സിൽ കയറി. നല്ല തിരക്കുള്ളൊരു ബസ്സായിരുന്നു. എന്തായാലും ഞങ്ങൾ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകുതി എത്തിയപ്പോൾ തന്നെ പൊന്മുടിയിലെ ക്ലൈമറ്റ് കണ്ടു തുടങ്ങി. അതോടെ നമ്മുടെ യാത്രാ ദുരിതമൊക്കെ മറന്ന് എല്ലാവരും ആ ക്ലൈമറ്റ് എൻജോയ് ചെയ്യുകയാണ്. ഇതേപോലുള്ള അവസരങ്ങൾ വേണം പൊന്മുടിയിൽ പോകാൻ. മഴ കഴിഞ്ഞ് ഒരു കോട കെട്ടിക്കഴിയുമ്പോൾ ഉള്ള പൊന്മുടിയുടെ ആ ഒരു മനോഹാരിത വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനോഹാരിതയാണ്. എല്ലാവരും ബസ്സിൽ ഇരുന്ന് അതിൻ്റെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ബസ്സിലാകപ്പാടൊരു മേളമാണ്. ബസ് ഫുള്ളി വൈബാണ്. കുറേ നാളിന് ശേഷം എന്തായാലും KSRTC ബസ്സിനകത്ത് കയറുന്നത്. അതൊരു വൈബ് യാത്രയായി മാറിയതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. പൊന്മുടിയിലെ ഹെയർപിൻ കയറി മുകളിലേക്ക് എത്തി തുടങ്ങിയ മുതൽ ഇതാണ്ട് ഇതേപോലുള്ള ക്ലൈമറ്റാണ്. എന്നാലും മുകളിലോട്ടുള്ള യാത്ര ഇത്തിരി കൂടെ പ്രയാസമാണ്. കാരണം ഒരുപാട് വണ്ടികൾ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഓപ്പോസിറ്റ് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന റോഡിലേക്ക് ഇറങ്ങിയാണ്. KSRTC ബസ്സിൽ എങ്ങനെ കയറി പോകാനാണ്? ഇതേപോലുള്ള ഹിൽ സ്റ്റേഷനുകൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു റോഡിൻ്റെ സൈഡിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ സ്പേസിലോടത്തോ പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലുള്ള വണ്ടികൾ കയറി വരുമ്പോഴോ മറ്റുള്ള വണ്ടികൾക്ക് പോകാതിരിക്കാനുള്ള ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകും. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യണം. ബസ്സിനകത്തിരുന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്മുടിയുടെ പുറത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽ ക്ലൈമറ്റാണ്. ആകെപ്പാട് തണുത്ത് ഉറഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥ. ഈ അടുത്തെങ്കിലും പൊന്മുടിയിൽ ഇതേപോലെ ക്ലൈമറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞങ്ങൾക്ക് പകുതി വെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നുള്ളതുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റിയില്ല. അന്ന് ഈ ക്ലൈമറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ തിരക്കാരുടെ കയറിപ്പോകാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട ഇറങ്ങിയിരിക്കുകയാണ്. കോട ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആസ്വദിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി അവിടെ എല്ലാം നടന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഞങ്ങളുടെ ബസ് എന്തായാലും കുടുങ്ങി ഒരു സൈഡിൽ ഒതുക്കിയിട്ടു. കാരണം ഇനി അങ്ങോട്ട് മുമ്പിലോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി അതൊന്ന് കാണാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളും ബസ്സിൽ നിന്ന് ഇറങ്ങി കോടയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ബസ്സിൻ്റെ പുറത്തേക്ക് എല്ലാവരും ഇറങ്ങുകയാണ്. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും എല്ലാം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി ആസ്വദിച്ചിട്ട് മുകളിലേക്ക് നടന്ന് കയറുമ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്താം, നിങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. ഇനി മുകളിൽ നിന്ന് കുറേ ആൾക്കാർ ഈ ബസ് കാത്ത് നിൽപ്പുണ്ട്. കാരണം ഞങ്ങളെപ്പോലെ ബൈക്കിൽ വന്ന ആൾക്കാരുണ്ട്, കാറിൽ വന്ന ആൾക്കാരുണ്ട്, നടന്ന് കയറിപ്പോയവരുണ്ട്. അതിന് ഇവർക്കൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരണമെങ്കിൽ ഈ ബസ് ചെല്ലണം. ഇത് കഴിഞ്ഞ് 2 ബസ് കൂടിയുണ്ട് രാത്രി. എന്തായാലും ആ ബസ്സും എല്ലാം വന്ന് എല്ലാവരും ഇറക്കിക്കൊണ്ടേ പോകത്തുള്ളതെന്നാണ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ വന്ന KSRTC. ഞങ്ങളുടെ രക്ഷകനായിട്ട് മുമ്പിൽ വന്നതാണ് ഈ ബസ്. ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തിരിച്ച് കൊണ്ടുവന്നതാണ്. തിരിച്ച് പോയപ്പോഴാണ് ഈ ബസ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. എല്ലാവരും ചില്ലാണ്. പിള്ളേരെല്ലാം ആസ്വദിച്ചിട്ട് തിരിച്ചിറങ്ങി വരുവാണ്. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. കോട കാരണം ചെറിയ മഴയും ഉണ്ടായിരുന്നു. ഈ മഴയൊക്കെ ആസ്വദിച്ച് കോടയും ആസ്വദിച്ച് പോകുമ്പോഴത്തേക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കാറുകളെല്ലാം കുടുങ്ങി കിടക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് വീഡിയോയും ഫോട്ടോസും എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന കണക്കല്ല, അടുത്തുള്ള ആരെയും നമുക്ക് കാണാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അത്രത്തോളം കോടമഞ്ഞ് അവിടെ മൊത്തം ചുറ്റിയിരിക്കുക. ഈ പൊന്മുടിയിൽ പോകാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൺസൂൺ കാലാവസ്ഥയിൽ മഴയൊന്ന് മാറി നിൽക്കുന്ന സമയം, ഒരു ഉച്ചയ്ക്ക് കയറി കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഫുള്ള് കോടയും കണ്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാം. ഞായറാഴ്ച കഴിവതും പോകാതിരിക്കുകയാണെന്നല്ല, ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും. ഒരു വണ്ടി പോലും കയറി പോകാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ ആ വണ്ടി ഇട്ടിട്ട് ഇറങ്ങിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ അടുത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റാത്തത്രയും കോട അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പലരും ആദ്യമായിട്ട് പൊന്മുടിയിലേക്ക് വരുന്നവരുണ്ട്.
പൊന്മുടിയിൽ പലതവണ വന്നിട്ടും ഇങ്ങനെ കോട കിട്ടാതെ ആദ്യമായിട്ട് കോട കിട്ടിയ ആൾക്കാരുണ്ട്, ഈ കോട കാണുന്നവരുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഞങ്ങളും അതിൻ്റെ കൂടെ ചേർന്നു. കാറ്റുമുണ്ട്, ഒരുവിധം കാറ്റും വീശുന്നുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബസ് ഇപ്പോൾ അവിടെ നോക്കിയാൽ കാണാം, ബസ് ഇപ്പോഴും ആ നീണ്ട നിരയിൽ തന്നെ കിടക്കുകയാണ്. ദൂരെ വിസിബിലിറ്റി വളരെ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കാണുന്നതൊക്കെയല്ല, അടുത്തിരിക്കുന്ന ആൾക്കാർ, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കത്തില്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. എൻ്റെ കൂടെ നിന്ന് 2 പേര് മുകളിലേക്ക് നടന്ന് കയറി പോയിട്ടുണ്ട്. ഞാൻ കയറിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ കുറേ വീഡിയോസ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടിയുടെ ഹിൽ ടോപ്പിലെത്താം. ഇത് കഴിഞ്ഞിട്ട് ഹിൽ ടോപ്പിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ഈ ബസ്സിൽ തന്നെ തിരിച്ച് വരാനാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നടന്ന് പോകാതെ ഈ ബസ്സിൽ തന്നെ കയറി അവിടെ ചെന്ന് വീഡിയോസ് എടുത്ത് ഈ ബസ്സിൽ തന്നെ തിരിച്ച് വരാനാണ്. അല്ലെങ്കിൽ അവിടുത്തെ തിരക്കാട് നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആരെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി അവിടെ പൊന്മുടിയിൽ പോകാൻ പറ്റാതെ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇങ്ങനെ ഒരു ബസ്സുള്ള കാര്യം മറക്കാതിരിക്കുക. ഈ ബസ് ആ സമയത്തും കയറ്റി വിടും. കാറുകളോ ബൈക്കുകളോ കയറ്റി വിട്ടില്ലെങ്കിലും KSRTC ബസ് പൊന്മുടി വരെ കയറ്റി വിടും. നമുക്ക് പൊന്മുടിയിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവിടെ തിരിച്ചു വരുന്ന ബസ്സിൽ നമുക്ക് തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി യാത്ര ചെയ്യാവുന്നതാണ്. ഞങ്ങളും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ കല്ലാറിന് അടുത്ത് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ബസ് മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഒതുക്കിക്കുകയാണ്. കാരണം ഇപ്പോൾ ക്ലൈമറ്റ് ഉണ്ടോ, ഇത്രയ്ക്ക് നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ പൊന്മുടിയിൽ. മുകളിൽ നിന്ന് വണ്ടികൾ താഴോട്ട് ഇറങ്ങി വരികയാണ്. KSRTC ബസ് കയറി പോകുമ്പോൾ ഈ വണ്ടികൾക്കൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ ഭയങ്കരമായിട്ട് ട്രാഫിക് ജാം ആവും. വീണ്ടും ഞങ്ങളുടെ വണ്ടി ഒതുക്കി മുകളിൽ നിന്നുള്ള വണ്ടികളെല്ലാം താഴേക്ക് പോയതിന് ശേഷം കയറി പോകാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഒരുപാട് പേര് പൊന്മുടിയുടെ മുകളിൽ നിൽപ്പുണ്ട് ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് കിട്ടുന്ന ഈ ചുരുക്കം ചില ദിവസങ്ങളിൽ, ചുരുക്കം ഈ മഴ കഴിഞ്ഞുള്ള ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നല്ല ക്ലൈമറ്റ് കിട്ടുന്നത്. മഴ ആയിക്കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് പോവുകയും ചെയ്യും. മഴ പെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്ലൈമറ്റ് കിട്ടുമെങ്കിലും ഒരു മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ദിവസം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടും. ഇതാണ് നമ്മൾ പൊന്മുടിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന പൊന്മുടിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി എന്തായാലും നേരെ പൊന്മുടി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടുന്ന് വളച്ചങ്ങ് തിരിച്ച് പോകാനാണ് നോക്കുന്നത്. കാരണം ഇവിടേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് മുകളിലേക്ക് കയറിപ്പോയി വീഡിയോസ് എടുത്ത് വരേണ്ട സമയം ഈ വണ്ടി തിരിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത വണ്ടി വരുന്നത് കാത്തിരിക്കേണ്ടി. എന്തായാലും ഞങ്ങളത് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഈ വരുന്ന ഞങ്ങൾ വന്ന KSRTC ബസ്സിൽ തന്നെ തിരിച്ചു പോകാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഇത്രയ്ക്ക് പൊളിയൊരു ക്ലൈമറ്റ് ഈ ഇടയ്ക്കൊന്നും ഞങ്ങൾ പൊന്മുടിയിൽ കണ്ടിട്ടില്ല. കാരണം അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റാണ്. കണ്ടില്ലേ, വണ്ടിയൊക്കെ വരുമ്പോൾ തന്നെ ലൈറ്റിൻ്റെ ഒരു ഭംഗി. മുകളിൽ നിന്ന് കയറി വരുന്ന വണ്ടികളൊക്കെ വരുമ്പം ഒരു ലൈറ്റ് മാത്രം കയറി വരുന്നൊരു അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇതേപോലൊരു ക്ലൈമറ്റ് ഈ ഇടയ്ക്കൊന്നും ഞങ്ങൾ പൊന്മുടിയിൽ കണ്ടിട്ടില്ല. പിന്നെ ഇലവീഴ പൂഞ്ചിറയിൽ പോയിട്ട് ഇതേപോലെ ക്ലൈമറ്റ് ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ബസ്സിൽ ഞങ്ങൾ ഇരുന്ന് ബസ് എടുത്തിരിക്കുകയാണ് തിരിച്ച്. ഈ ബസ്സിൽ തന്നെ നേരെ കല്ലാറ് വന്നിറങ്ങി വണ്ടി എടുത്ത് തിരിച്ച് പോകാം. അതാകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേച്ചിയൊക്കെ പൊളിയായിരുന്നു. അവർ നമ്മളോട് ഭയങ്കരമായിട്ട് കമ്പനിയായി. അവർ നമ്മളോട് ഫ്രണ്ടിൽ ഗ്ലാസിനോട് തന്നെ ചേർന്നിരുന്ന് വീഡിയോസ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇപ്പോഴും തന്നെ പൊന്മുടിയിൽ നിൽപ്പുണ്ട്. പൊന്മുടി ഹിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഇനി അവരെയും കൂടെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ വണ്ടി പോകുന്നത്. വണ്ടി എന്തായാലും അങ്ങോട്ട് ഹിൽ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോയി അവരെയും കൂടെ എടുക്കാൻ പോകാണെന്ന് തോന്നുന്നു. ഇനി അവിടുന്ന് വണ്ടി വളച്ച് ഇവരെല്ലാം എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് താഴെ വന്ന് ഞങ്ങളുടെ വണ്ടി എടുത്ത് തിരിച്ച് കിട്ടി. ഒരുപാട് താമസിച്ചു. കാരണം 6 മണിക്ക് സാധാരണ ഈ പൊന്മുടിയിൽ നിന്ന് ആൾക്കാരെ തിരിച്ചിറക്കുന്നതാണ്. 5 മണി ഞങ്ങൾ സാധാരണ 5 മണിക്ക് എത്തിയിട്ട് 6 മണി 6:30 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്നതാണ്. ഇന്നിപ്പോൾ തന്നെ 7 മണി അടുക്കാറായിട്ടുണ്ട്. ഇനി ഈ ബസ് ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ തന്നെ എത്ര സമയമെടുക്കും? കാരണം ഇത്രയും വണ്ടികളുടെ ക്യൂ അടക്കുകയാണ്. അതുകൊണ്ട് ഇത് ഇറങ്ങിപ്പോയി താഴെ പോയതിന് ശേഷം വേണം ഞങ്ങൾക്ക് പോകാൻ. ഇവിടുന്ന് കൊല്ലം വരെത്താൻ ഇനിയും വേണം ഏകദേശം ഒരു 2-3 മണിക്കൂർ അവിടുന്ന് എന്തായാലും വേണം. അല്ല ഞങ്ങൾ അവിടുന്ന് പൊന്മുടിയോട് ഇത്തവണത്തേക്ക് ഇവിടെ തെറ്റി ആ ബസ്സിനകത്ത് തന്നെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. താഴെ ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് ഇതേപോലൊരു മറക്കാനാവാത്ത ഒരു യാത്ര. KSRTCയും കാറും വൈബും പിള്ളേരും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ആസ്വദിച്ചതാണ് ഞങ്ങൾ തിരിച്ച് പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. എല്ലാ വണ്ടികളും പൊന്മുടിയിൽ നിന്ന് താഴെ വിതലയിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരെയും താഴേക്ക് ഇറക്കുകയാണ്. അന്നേരം നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തു. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പൊന്മുടിയിൽ ഒരു ഉച്ചയ്ക്ക് വന്ന് വൈകിട്ട് ഈ ക്ലൈമറ്റ് ആസ്വദിച്ച് തിരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം തന്നെയായിരിക്കും പൊന്മുടി നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേർണി. ബൈ.